അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് പൊതുപരീക്ഷ 2024-25 അധ്യയന വർഷത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഫിഖിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കുക. എന്നാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് ലഭിക്കുന്നതാണ്. 1. അറഫയിൽ നിൽക്കാൻ വേണ്ടി വുളൂ ചെയ്യൽ. അറഫയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വുളൂ ചെയ്യുക, അതിൻ്റെ വിധി എന്താണ്? അത് സുന്നത്താണ്. 2. ഹൈളുകാരി മുസ്ഹഫ് തൊടൽ എന്താണ്? ഹറാമാണ്, നമുക്കറിയണ തന്നെയാണ്. 3. ജിമാഅ് കൊണ്ട് ഹജ്ജ് ഫസാദാക്കിയവൻ കഫാറത്ത് നൽകൽ. ജിമാഅ് കൊണ്ട് ഹജ്ജ് ഫസാദാക്കിയവൻ കഫാറത്ത് നൽകൽ വാജിബാണ്, നിർബന്ധമാണ്. 4. മുടി നീക്കൽ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ, അത് കറാഹത്താണ്. 5. മിഅ്റാജ് ദിവസം നോമ്പ് അനുഷ്ഠിക്കൽ. മിഅ്റാജ് ദിനത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ വിധി സുന്നത്താണ്. ചിലപ്പോൾ മിഅ്റാജ് എന്നാണ് ചോദിക്കും. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ, അങ്ങനെ ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത. അടുത്ത പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഓരോ ചോദ്യത്തിന് നേരെയും 3 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ശരിയായത് ടിക്ക് ചെയ്യുക. 1. ആദ്യം ഉംറയും പിന്നെ ഹജ്ജും ചെയ്യുക. ആദ്യ ഉംറ പിന്നെ ഹജ്ജ്, അതിന് പറയുന്ന പേര് തമത്തുഅ് എന്നാണ്. തമത്തുഅ്. 2. തയമ്മുമിൽ മുഖം തടവൽ. അത് ഷർത്താണോ ഫർളാണോ സുന്നത്താണോ? അത് ഫർളാണ്. തയമ്മുമിൽ മുഖം തടവുക എന്നുള്ളത് ഫർളാണ്. 3. ഷഅബാൻ മാസം ഫർളാക്കപ്പെട്ടത്. ഷഅബാൻ മാസം ഹജ്ജാണോ സക്കാത്താണോ അതോ സൗമാണോ? അത് സൗമാണ്, നോമ്പാണ്. 4. ഷാമിൽ നിന്ന് വരുന്നവരുടെ മീഖാത്ത്. ഷാമിൽ നിന്ന് വരുന്നവരുടെ മീഖാത്ത് എവിടെയാണ്? യലംലമാണോ ജുഹ്ഫയാണോ മുസ്ദലിഫയാണോ? ശരിയായത് ജുഹ്ഫയാണ്. ഇനി 5. ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ മാസങ്ങളിൽ പെട്ടതാണ്. ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ മാസങ്ങളിൽ പെട്ട മാസം ഏതാണ്? അത് ദുൽഖഅദാണ്. അടുത്ത പ്രവർത്തനം യോജിപ്പിക്കുക എന്നുള്ളതാണ്. 1. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. യോജിച്ചത് മുകളിലെ ബ്രാക്കറ്റിലുണ്ട്. ഏതാണ്? എത്രയാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ? അത് 4ആണ്. രണ്ടാമത്തെ ചോദ്യം, ആടിൻ്റെ സക്കാത്ത്. ആടിൻ്റെ സക്കാത്ത് അതിൽ ചുരുങ്ങിയത് എത്ര കണക്കാണ്? ആടിൻ്റെ സക്കാത്തിൽ ചുരുങ്ങിയ കണക്ക് അത് 40 ആടാണ്. 40 ആടാണ്. ഇനി 3. സഅയിൻ്റെ ഷർത്തുകളുടെ എണ്ണം. സഅയിൻ്റെ ഷർത്തുകൾ എത്ര എണ്ണമാണ്? അത് 3ആണ്. 3 ഷർത്തുകളാണുള്ളത്. 4. മൃഗങ്ങൾ തേട്ടി അരച്ചത്. മൃഗങ്ങളെ തേട്ടി അരച്ചുണ്ടാക്കിയത് എന്താണ്? അത് നജസാണ്. 5. ജീവനുള്ള കോഴികളിൽ നിന്ന് പിരിഞ്ഞ തൂവൽ. അത് താഹിറാണ്. ഇനി സാരം എഴുതുക എന്നുള്ളതാണ്. അർത്ഥം എഴുതി കൊടുക്കുക. 1. യാ അയ്യുഹന്നാസു ഇസ്ഔ ഫ ഇന്ന സഅയ ഖദ് കുതിബ അലൈക്കും. അതിൻ്റെ അർത്ഥം, മനുഷ്യരെ നിങ്ങൾ സഅയ് ചെയ്യുക, നിശ്ചയം സഅയ് നിങ്ങളുടെ മേലിൽ ഫർളാക്കപ്പെട്ടിരിക്കുന്നു. 2. വമൻ ഇഅ്തകഫ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി തആല ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി 3 ഖനാദിഖ അബ്അദ മിമ്മ ബൈനൽ ഖാഫിഖൈൻ. അള്ളാഹുവിൻ്റെ പൊരുത്തം തേടിക്കൊണ്ട് ഒരാൾ ഒരു ദിവസം എഴുത്തിക്കാഫിരുന്നാൽ
അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ മശ്രിഖ് മഗ്രിബിൻ്റെ ഇടയിലുള്ളതിനേക്കാൾ അകലമുള്ള 3 കിടങ്ങുകൾ അള്ളാഹു ഉണ്ടാക്കുമെന്നതാണ്. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതുക. 1. മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീഖാത്ത്. മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീഖാത്ത് മക്ക തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 കാലുകളിൽ മുറിവുണ്ടായാൽ എത്ര തൈമം വേണം? 2 കാലിൽ മുറിവുണ്ടായാൽ എത്ര മതി? 1 മതി അല്ലേ? 1 മതി. 3. കാരക്കയിൽ സക്കാത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് എത്രയാണ്? കാരക്കയിൽ സക്കാത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് 5 ഔസുക്കാണ്. 4. ഹജ്ജിൻ്റെ ഫർളുകളിൽ ഒന്നാമത്തേത് ഏത്? അത് ഇഹ്റാം ചെയ്യലാണ്. ഹജ്ജിൽ പ്രവേശിച്ചു എന്ന് കരുതലാണ് ഇഹ്റാം. 5. മസ്ജിദുൻ നബവിയിലേക്ക് പ്രവേശിക്കപ്പെടേണ്ട വാതിൽ. അത് ബാബു ജിബ്രീൽ എന്ന കവാടമാണ്. അടുത്ത പ്രവർത്തനം ആദ്യ ഭാഗത്തിനോട് യോജിപ്പിക്കുക എന്നതാണ്. ഔറത്ത് മറക്കൽ. ഔറത്ത് മറക്കുക എന്നത് എന്താണ്? തവാഫിൻ്റെ ഷറത്തിൽപ്പെട്ടതാണ്. അപ്പം ഇങ്ങോട്ട് വരഞ്ഞു കൊടുക്കുക. ഇനി അടുത്തത് രണ്ടാമത്തത് സക്കാത്തിൻ്റെ ജോലിക്കാരൻ. ആർക്കാരാ പറയാം? സക്കാത്തിൻ്റെ ജോലിക്കാരന് അത് ആമിലാണ്. 3. നടന്നിട്ട് തവാഫ് ചെയ്യൽ തവാഫിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. തവാഫിൻ്റെ സുന്നത്താണ്. 4. തയമ്മുമിൻ്റെ ഫറളാണ്. തയമ്മുമിൻ്റെ ഫറള് അവസാനത്തത് തർത്തീബ്, വഴിയായി ചെയ്യുക എന്നതാണ്. 5. തയമ്മുമിൻ്റെ ഷർത്ത് പൊടിമണ്ണാണ്. പൊടിമണ്ണായിരിക്കണമെന്നതാണ് ഷർത്ത്, തയമ്മുമിൻ്റെ ഷർത്ത്. 6. നവമുസ്ലിങ്ങൾ. ആരാണ് നവമുസ്ലിങ്ങൾ? അതെ, മുഅല്ലഫത്തുൽ ഖുലൂബ്. ഇനി അടുത്ത പ്രവർത്തനം വിശദമാക്കുക എന്നതാണ്. ഓരോന്നും വ്യക്തമാക്കുക. 1. നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ. കുറേ ദിവസങ്ങൾ അതിൽ പറയുന്നുണ്ട്. 1, 2 പെരുന്നാൾ ദിവസമാണ്. അതുപോലെ അയ്യാമു തശ്രീഖ്. ചിലപ്പോൾ പരീക്ഷയിൽ അയ്യാമു തശ്രീഖ് ഏതാ ദിവസം ചോദിക്കും. ദുൽഹിജ്ജ 11, 12, 13. ഓക്കെ. പിന്നെ അതുപോലെ ഷക്കിൻ്റെ ദിവസവും. ഇനി ചോദ്യം 2, സൗമ്. എന്തിനാണ് സൗമ് എന്ന് പറയാം? നോമ്പ് എന്ന്. പ്രഭാതം മുതൽ സൂര്യ അസ്തമിക്കുന്നത് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക എന്നതാണ് സൗം. 3. ഫീ സബീലില്ല. എന്താണ്? പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഫിഖുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.